നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ് 4ാമത്തെ യൂണിറ്റാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കണോമി. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണിത്. ഇതിൽ 3 കുട്ടികളിരുന്ന് പരസ്പരം സംസാരിക്കുകയാണ്. അതായത് അവർ പറഞ്ഞിട്ടുള്ളത് പ്രോജക്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളെല്ലാം വാങ്ങിയെന്നൊരു കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കുട്ടി പറയുകയാണ്, ഇല്ല, എല്ലാ സാധനങ്ങളും എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, വീട്ടിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങനെ വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. അപ്പം എന്നിട്ട് ആ കുട്ടി തന്നെ പറയുവാണ്, നമുക്ക് ഓരോ ദിവസം എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത്, പേസ്റ്റ്, സോപ്പ്, ബ്രഷ്, ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, മരുന്ന്, അങ്ങനെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പം മറ്റൊരു കുട്ടി പറയുകയാണ്, അതെ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എനിക്ക് വേണം, അതോടൊപ്പം ഞാൻ വലുതാവുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീട്, കാറ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. പിന്നെ പറയാണ്, ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മതിയോ, ചില സേവനങ്ങളും നമുക്ക് ആവശ്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, എന്താണ്, നമ്മുടെ പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്ക് നൽകുന്നത് ഒരു സേവനമാണ്. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ നമ്മളെ ചികിത്സിക്കുന്നു, അപ്പോൾ ആ ഡോക്ടർ നമുക്ക് നൽകുന്നത് ഒരു സേവനമാണ് എന്ന്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഡോണ്ട് വി ആൾ ഹാവ് ദീസ് നീഡ്സ് ആസ് പാർട്ട് ഓഫ് അവർ ഡെയിലി ലീവ്സ്. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത്ര ആവശ്യങ്ങളുണ്ട്. ഹൗ ആർ അവർ നീഡ്സ് മേറ്റ്? എങ്ങനെയാണ് നമ്മുടെ ഇത്ര ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത്? നീഡ്സ് ആർ ഫുൾഫിൽഡ് ത്രൂ പ്രോപ്പർ യൂസ് ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത് എങ്ങനെയാണ്? ശരിയായ ഉപയോഗത്തിലൂടെയാണ് നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത്. The essential needs for the survival of life such as food, clothing and shelter can be called basic needs. എന്താണ് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ? The essential needs for the survival of life. നമ്മുടെ ലൈഫിൻ്റെ സർവൈവലിന്, അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യലായിട്ടുള്ള നീഡ്സ് ഏതൊക്കെയാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ എസെൻഷ്യൽ നീഡ്സ് ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ്. നമ്മുടെ എസെൻഷ്യൽ എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങൾ. എന്തിന്? ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ സർവൈവൽ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യലായിട്ടുള്ള നീഡ്സ്, എസെൻഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങൾ. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെയാണ്? ഫുഡില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ക്ലോത്തിങ്, വസ്ത്രമില്ലാതെ നമുക്ക് പറ്റില്ല, ആൻഡ് ഷെൽട്ടർ, പാർപ്പിടം, അതായത് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം, അതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? But are all the goods and services that we use in our daily lives only to satisfy our basic needs? പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണോ? ആണോ? There are certain needs that make our life more comfortable and happy. ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാനും, അല്ലേ, കൂടുതൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ സുഖകരമാക്കുവാനും, പിന്നെ കൂടുതൽ ഹാപ്പി, അല്ലെ, സന്തോഷകരമാക്കുവാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദീസ് ആർ കാൾഡ് ഗ്രാറ്റിഫയിങ് നീഡ്സ്. എന്താണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാറ്റിഫയിങ് നീഡ്സ് അല്ലെങ്കിൽ സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഗ്രാറ്റിഫയിങ് നീഡ്സ് അല്ലെങ്കിൽ സന്തോഷദായക ആവശ്യങ്ങൾ. സർട്ടൺ നീഡ്സ് ദാറ്റ് മേക്സ് അവർ ലൈഫ് മോർ കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. ദീസ് നീഡ്സ് ആർ കോൾഡ് ഗ്രാറ്റിഫയിങ് നീഡ്സ്. എക്സാമ്പിൾസ് ഫോർ ദിസ് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് ലക്ഷറി കാർസ്. ലക്ഷറി കാർസിൻ്റെ ഉപയോഗം, എക്സ്പെൻസീവ് ജ്വല്ലറി, എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറി നമ്മൾ ഉപയോഗിക്കുന്നത്, ആൻഡ് കോസ്റ്റ്ലി ഡ്രസ്സ്, വളരെ വില കൂടിയ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഗ്രാറ്റിഫയിങ് നീഡ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്, ബേസിക് നീഡ്സ് ആൻഡ് ഗ്രാറ്റിഫയിങ് നീഡ്സ്. അപ്പോൾ ഇനി താഴെ ലിസ്റ്റ് ദ ബേസിക് ആൻഡ് ഗ്രാറ്റിഫയിങ് നീഡ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങളും പിന്നെ ഗ്രാറ്റിഫയിങ് നീഡ്സ്, സന്തോഷദായക ആവശ്യങ്ങളും കണ്ടെത്തി അതിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഴുതാം. അപ്പോൾ നോക്കിയാലോ, നീഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ആവശ്യങ്ങൾ 2 തരം. ഏതൊക്കെയാണ്? ഗ്രാറ്റിഫയിങ് നീഡ്സ്, ബേസിക് നീഡ്സ്, അല്ലേ, സന്തോഷദായക ആവശ്യങ്ങളും പിന്നെ അടിസ്ഥാന ആവശ്യങ്ങളും. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാറ്റിഫയിങ് നീഡ്സ് ആൻഡ് ബേസിക് നീഡ്സ്? അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ എസെൻഷ്യൽ നീഡ്സ് ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ് ആർ കോൾഡ് ബേസിക് നീഡ്സ്. അതായത് ജീവിതത്തിന്റെ നിലനിൽപ്പിന്, അല്ലെ, സർവൈവൽ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാനാവാത്ത നീഡ്സ്, ആവശ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്.
ദ നീഡ്സ് ദാറ്റ് മേക്ക് അവർ ലൈഫ് മോർ കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ആർ കാൾഡ് ഗ്രാറ്റിഫൈങ് നീഡ്സ്. അതായത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കംഫർട്ടബിൾ അല്ലെ, കൂടുതൽ സുഖകരവും പിന്നെ ഹാപ്പി സന്തോഷകരവുമാക്കുന്ന നീഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാറ്റിഫൈങ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നു. ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കുന്ന ആവശ്യങ്ങളെ സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നു. അടുത്തത് ലിസ്റ്റ് ദ ബേസിക് ആൻഡ് ഗ്രാറ്റിഫൈങ് നീഡ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ശുചിത്വം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഇതെല്ലാമാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. ഇനി സന്തോഷദായക ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? ഉയർന്ന മൂല്യമുള്ള വസ്ത്രങ്ങൾ, ആഡംബര വസ്തുക്കൾ, ആഡംബര കാറുകൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ, ഇതൊക്കെയാണ് സന്തോഷദായക ആവശ്യങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ ബേസിക് നീഡ്സ് ഏതൊക്കെയാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഇനി ഗ്രാറ്റിഫൈങ് നീഡ്സ് ഏതൊക്കെയാണ്? യൂസ് ഓഫ് കോസ്റ്റ്ലി ഡ്രസ്, നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, യൂസ് ഓഫ് ലക്ഷറി ഐറ്റംസ്, ആഡംബര വസ്തുക്കൾ, യൂസ് ഓഫ് ലക്ഷറി കാർസ്, ആഡംബര കാറുകൾ, യൂസ് ഓഫ് എക്സ്പെൻസീവ് ജ്വല്ലറി, വളരെ വിലപിടിപ്പുള്ള ജ്വല്ലറി, ആഭരണങ്ങൾ, യൂസ് ഓഫ് ഡയമണ്ട് ജ്വല്ലറി, ഡയമണ്ട് ആഭരണങ്ങൾ, ഇതൊക്കെയാണ് ഗ്രാറ്റിഫൈങ് നീഡ്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്നത്. വി ഹാവ് ഡിസ്കസ്ഡ് ദ ബേസിക് നീഡ്സ് ആൻഡ് ഗ്രാറ്റിഫൈങ് നീഡ്സ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിലെ ഗ്രാറ്റിഫൈങ് നീഡ്സ് ഏതൊക്കെയാണ്, ബേസിക് നീഡ്സ് ഏതൊക്കെയാണ്, അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളും ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ടൊക്കെ ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഡു ദീസ് നീഡ്സ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? ലെറ്റസ് ചെക്ക്. അതായത് ഈ പറയുന്ന നീഡ്സ് ആണ് രണ്ട് തരം, ബേസിക് നീഡ്സും ഗ്രാറ്റിഫൈങ് നീഡ്സും. ഈ നീഡ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ? അപ്പോൾ ആ നീഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതാണ് നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ സവിശേഷതകൾ. നീഡ്സ് എന്ന് വെച്ചാൽ ആവശ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു പോയിന്റ് ആണ് കേട്ടോ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആണ്, നോക്കിയോളൂ. ഒന്ന്, ഹ്യൂമൻ നീഡ്സ് ആർ ഡിവേഴ്സ് ആൻഡ് ഇന്യൂമറബിൾ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഡൈവേഴ്സ് എന്ന് വെച്ചാൽ വൈവിധ്യവും, ഇന്യൂമറബിൾ എന്ന് വെച്ചാൽ എണ്ണമറ്റതുമാണ്. അതിനൊരു അവസാനമില്ല അല്ലേ, ഒത്തിരി ഉണ്ട്. ഒരാവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം, ഇങ്ങനെ തന്നെ ഇന്യൂമറബിൾ ആണ്, അതായത് എണ്ണമറ്റതാണ്. അപ്പോൾ ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്നത് ഡൈവേഴ്സ്, അതായത് വൈവിധ്യമാർന്ന. ഇപ്പോൾ എൻ്റെ ആവശ്യം അല്ലായിരിക്കും എൻ്റെ അടുത്തിരിക്കുന്ന മറ്റൊരാൾക്ക് അല്ലേ, ഓരോരുത്തരുടെ ആവശ്യം വ്യത്യാസമാണ്. അപ്പോൾ ഡൈവേഴ്സ് ആണ്, നീഡ്സ് ഡൈവേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇന്യൂമറബിൾ ആണ്, എണ്ണമറ്റതുമാണ്. ഇനി സം നീഡ്സ് ക്യാൻ ബി മെറ്റ് അലോൺ ആൻഡ് അതേഴ്സ് ത്രൂ കളക്റ്റീവ് എഫേർട്സ്. ചില ആവശ്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്കും, ക്യാൻ ബി മെറ്റ് അലോൺ, സം നീഡ്സ് ക്യാൻ ബി മെറ്റ് അലോൺ. ചില ആവശ്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നിറവേറ്റാം. ആൻഡ് അതേഴ്സ് ത്രൂ കളക്റ്റീവ് എഫേർട്സ്. എന്നാൽ മറ്റുള്ള ചില ആവശ്യങ്ങൾ കളക്റ്റീവ് എഫേർട്സിലൂടെ അല്ലെങ്കിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് മെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിറവേറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് രണ്ടാമത്തെ പോയിന്റ്? സം നീഡ്സ് ക്യാൻ ബി മെറ്റ്, ചില നീഡ്സ് നമുക്ക് നിറവേറ്റാം. എങ്ങനെയാണ്? എലോൺ, ഒറ്റയ്ക്ക് നിറവേറ്റാം. ആൻഡ് അതേഴ്സ്, എന്നാൽ മറ്റു ചിലത് ത്രൂ കളക്റ്റീവ് എഫേർട്സ്, കൂട്ടായ എഫേർട്ട്, കളക്റ്റീവായിട്ടുള്ള എഫേർട്ട്, പരിശ്രമത്തിലൂടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുള്ളൂ. മനസ്സിലായല്ലോ? 2 പോയിന്റ് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, എ നീഡ് വൺസ് ഫുൾഫിൽഡ് മേ ബി റിപ്പീറ്റഡ്. ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യങ്ങൾ, എ നീഡ് വൺസ് ഫുൾഫിൽഡ് എന്ന് വെച്ചാൽ നിറവേറ്റപ്പെടുക. എ നീഡ്, ഒരാവശ്യം, വൺസ് ഒരിക്കൽ ഫുൾഫിൽഡ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരിക്കൽ നിറവേറ്റി കഴിഞ്ഞു. മേ ബി റിപ്പീറ്റഡ്, ഈ ആവശ്യം തന്നെ പിന്നീടും ആവർത്തിക്കപ്പെടാം. ഒരാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ നിറവേറ്റി, പക്ഷേ അതേ ആവശ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ജിലേബി കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാദറോ മദറോ നിങ്ങൾക്ക് ജിലേബി വാങ്ങിച്ചുകൊണ്ട് നിങ്ങളത് കഴിച്ചു. അപ്പോൾ നിങ്ങളുടെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞു അല്ലേ, ആ ഒരു ആവശ്യം നിങ്ങൾ നിറവേറ്റി കഴിഞ്ഞു. പക്ഷേ അടുത്ത ആഴ്ച ആയപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അതേ ആവശ്യം, വീണ്ടും ഒരു ജിലേബിയും കൂടെ കഴിക്കണമെന്ന്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആ നീഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ, ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അല്ലേ. അതാണ് പറഞ്ഞിട്ടുള്ളത്. എ നീഡ് വൺസ് ഫുൾഫിൽഡ് മേ ബി റിപ്പീറ്റഡ്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത്, നീഡ്സ് വേരി വിത്ത് ടൈം, പ്ലേസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ വേരി അല്ലേ, വ്യത്യാസപ്പെടാം. എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടാം? ടൈം, പ്ലേസ്, ഇൻഡിവിജ്വൽസ്. ടൈം എന്ന് പറയുമ്പോൾ സമയം, പിന്നെ പ്ലേസ് സ്ഥലം, ഇൻഡിവിജ്വൽസ് വ്യക്തികൾ, ഇവർക്കനുസരിച്ച് നീഡ്സ് എന്ത് ചെയ്യാം? വ്യത്യാസപ്പെടാം, വേരി ചെയ്യാം. വിത്ത് ഹ്യൂമൻ പ്രോഗ്രസ് നീഡ്സ് ആൾസോ ചേഞ്ച്. മനുഷ്യൻ്റെ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും ചേഞ്ചസ് വരാം, ആവശ്യങ്ങളിൽ മാറ്റങ്ങൾ വരാം. മനസ്സിലായോ? മനുഷ്യ പുരോഗതിക്ക് ഒപ്പം തന്നെ ചേഞ്ചസിനും മാറ്റങ്ങൾ വരാം. വിത്ത് ഹ്യൂമൻ പ്രോഗ്രസ്, മനുഷ്യൻ്റെ പുരോഗതിക്കൊപ്പം നീഡ്സ് ആൾസോ ചേഞ്ചസ്, നീഡ്സ് ആവശ്യങ്ങളും മാറ്റങ്ങൾ വരാം.
ഇത്രയാണ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് നീഡ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ആൻസർ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ്, നീഡ്സിൻ്റെ സവിശേഷതകൾ, ആവശ്യങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, വീണ്ടും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് അതേപോലെ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ്. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ്. ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം. സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത്രയാണ് നമ്മുടെ ആവശ്യങ്ങളുടെ സവിശേഷതകൾ എന്ന ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി നോക്കിയോളൂ, ഡിമാൻഡ്സ് മൾട്ടിപ്ലൈ എലോങ് വിത്ത് പ്രോഗ്രസ്. പുരോഗതിയോടൊപ്പം തന്നെ ഡിമാൻഡ്സ് ആവശ്യങ്ങളും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ അത് കൂടി വരുന്നു. ബട്ട് റിസോഴ്സ് മേ നോട്ട് ഇൻക്രീസ് ഇൻ പ്രൊപ്പോർഷൻ ടു ഡിമാൻഡ്സ്. പക്ഷേ റിസോഴ്സ് എന്ന് വെച്ചാൽ ഈ വിഭവങ്ങൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് വർദ്ധിക്കുന്നില്ല. പ്രൊപ്പോർഷൻ ടു ഡിമാൻഡ്സ്. വി യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ഓർ വിത്തൗട്ട് പേയ്മെൻറ്റ്. നമ്മൾ ഗുഡ്സും സർവീസും ഒക്കെ ഒന്നുകിൽ പേയ്മെൻറ്റ് നടത്തിയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്താതെ അല്ലെങ്കിൽ പണം നൽകാതെയോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ നീഡ്സ് ആർ ന്യൂമറസ് ആൻഡ് നീഡ് ടു ബി പ്രയോറിറ്റൈസ്ഡ് ടു ബി ഫുൾഫിൽഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ആർ ന്യൂമറസ്, അല്ലെ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആൻഡ് നീഡ് ടു ബി പ്രയോറിറ്റൈസ്ഡ് ടു ബി ഫുൾഫിൽഡ്. എന്നാൽ അപ്പം മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റപ്പെടുന്നതിന് ഒരു പ്രയോറിറ്റി നൽകേണ്ടതാണ്. അതായത് ഒരു മുൻഗണനാക്രമം. ഏതൊക്കെയാണ് മനുഷ്യൻ്റെ, ഇപ്പം ഒരാൾക്ക് ഫുഡ് വേണം, അപ്പം മറ്റൊരാൾക്ക് ഭയങ്കര ഒരു ലക്ഷറി കാർ വേണം. അപ്പം ഏത് ആവശ്യമാണ് ആദ്യം നമ്മൾ നിറവേറ്റി കൊടുക്കുന്നത്? ഫുഡ് എന്ന് പറയുന്ന ആവശ്യം, അല്ലേ? അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുകയാണ്, ഫുഡിന് ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണ്, അല്ലേ, മുൻഗണന കൊടുക്കുകയാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ നീഡ്സ് ആർ ന്യൂമറസ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ആൻഡ് നീഡ് ടു ബി പ്രയോറിറ്റൈസ്ഡ് ടു ബി ഫുൾഫിൽഡ്. അത് നിറവേറ്റപ്പെടുന്നതിന്, ഫുൾഫിൽ ചെയ്യുന്നതിന് ഒരു പ്രയോറിറ്റി ആവശ്യമാണ്, പ്രയോറിറ്റൈസ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡിവിജ്വൽസ് പ്രയോറിറ്റൈസ് ഫുൾഫിൽമെന്റ് ഓഫ് ബേസിക് നീഡ്സ്. ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ വ്യക്തികൾ മുൻഗണന നൽകുന്നത് എന്തിനായിരിക്കും? ഫുൾഫിൽമെന്റ് ഓഫ് ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, അല്ലേ? ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ ഫുൾഫിൽമെന്റ് എന്ന് വെച്ചാൽ നിറവേറ്റുന്നതിനാണ് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ പ്രയോറിറ്റി നൽകുന്നത്. In this way, the country produces many goods and services to fulfill the various needs of man. ഇതേപോലെയാണ് രാജ്യവും ഒരുപാട് ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടു ഫുൾഫിൽ ദ വേരിയസ് നീഡ്സ് ഓഫ് മാൻ. മനുഷ്യൻ്റെ വിവിധ തരം ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട്. വി ബേസിക്കലി ഫേസ് സം പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. വാട്ട് ആർ ദേ? എന്തൊക്കെയാണത്? ലെറ്റ് us see. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അടുത്തായിട്ട് ഇവിടെ ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്കൂളിൽ ഉച്ചഭക്ഷണ പ്രോഗ്രാം ഉണ്ടല്ലോ, ആ ഉച്ചഭക്ഷണത്തിൻ്റെ വിതരണത്തിന് ആവശ്യമായ പച്ചക്കറികൾ സ്കൂളിൽ തന്നെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പച്ചക്കറി കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്, അതിനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളങ്ങ് ചെയ്താൽ മതി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ വെജിറ്റബിൾ ഫാമിംഗ് അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ഈ പച്ചക്കറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഒരു സമൂഹമായാലും ഒരു രാജ്യമായാലും ഒക്കെ ഇതേപോലെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. There are 3 basic economic problems that a country faces in relation to the production process of goods and services. അതായത് ഗുഡ്സും സർവീസും, സാധനങ്ങളും സേവനങ്ങളുടെയും പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഉൽപ്പാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന 3 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. ഏതൊക്കെയാണത്? അതായത് പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൺട്രി ഫേസസ് 3 മെയിൻ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. 3 പ്രധാനപ്പെട്ട ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഒരു രാജ്യം ഫേസ് ചെയ്യുന്നുണ്ട്, അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം.
ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചോളണം. ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇതാണ് ആ 3 പ്രോബ്ലംസ് എന്ന് പറയുന്നത് അല്ലേ, ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതിലിനി ഓരോന്നും എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. എന്താണെന്ന് നോക്കിയോളൂ. വി നീഡ് ടു പ്രയോറിറ്റീസ് വാട്ട് വെജിറ്റബിൾസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ ദ സ്കൂൾ ന്യൂൺ മീൽ സ്കീം. അതായത് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഏതെല്ലാം പച്ചക്കറികൾ എത്ര അളവിൽ, ഹൗ മച്ച് അല്ലെ, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് തീരുമാനിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിമിലർലി ഈച്ച് കൺട്രി ഹാസ് ടു പ്രയോറിറ്റീസ് വാട്ട് ടു പ്രൊഡ്യൂസ് യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ്. ഇതുപോലെ തന്നെ ഓരോ രാജ്യവും ഒരു മുൻഗണനാ ക്രമം നിശ്ചയിക്കേണ്ടതുണ്ട്. എന്തിനാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഉള്ള റിസോഴ്സസ് ഉപയോഗിച്ച് അല്ലേ, നമുക്കുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിന് നമ്മുടെ രാജ്യം ഒരു പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടതുണ്ട്. Once it is decided what to produce, the question as how much to produce becomes relevant. What to produce, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ റെലവൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഹൗ മച്ച് പ്രൊഡ്യൂസ്, എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ റെലവൻ്റ് ആയിട്ട് വരുന്നത്. എ കൺട്രി ഹാസ് ടു പ്രൊഡ്യൂസ് മെനി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു രാജ്യം നിരവധി ഗുഡ്സും സർവീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ കൺട്രി ഡിസൈഡ് ടു പ്രൊഡ്യൂസ് മോർ ഓഫ് എനി വൺ കോമോഡിറ്റി ഓർ ടു പ്രൊഡ്യൂസ് or service, it will have to limit the resources that can be used to produce other goods. അതായത് ഒരു സാധനമോ സേവനമോ, കമ്മോഡിറ്റി എന്ന് വെച്ചാൽ ഗുഡ്സ് അല്ലെങ്കിൽ സാധനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനമോ സർവീസോ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മുടെ കൺട്രി തീരുമാനിക്കുകയാണെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട റിസോഴ്സസ് എന്ത് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് ചെയ്യും അല്ലെങ്കിൽ പരിമിതപ്പെടുത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, എ കൺട്രി ഫേസിങ് ഫുഡ് ഷോർട്ടേജ്, അതായത് നമ്മുടെ രാജ്യം ഒരു ഭക്ഷണ ദൗർലഭ്യം നേരിടുകയാണ്. വിൽ ഹൗ ടു ഡിവോട്ട് എ ഗ്രേറ്റർ ഷെയർ ഓഫ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ് ടു ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം എന്തിന്? ഫുഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ടി വരും. Similarly, it is necessary to decide what industries to start and how many units if it is decided to manufacture industrial products. അതായത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഏതെല്ലാം ഇൻഡസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എത്ര യൂണിറ്റ് നമ്മൾ ആരംഭിക്കണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. The country take such decisions to achieve a balance between the needs of the society and the quantity of products produced in the country. സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും പിന്നെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു ബാലൻസ് കൈവരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നോക്കുള്ളൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 3 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ദാറ്റ് എ കൺട്രി ഫേസസ് ഇൻ റിലേഷൻ ടു ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം. 2 ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. 3 ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇത് 3 ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 ബേസിക് എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിത് ഓരോന്നിനെയും ഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യണം.